കുട്ടിമാവാ, ഇവിടെ പച്ചക്കറിക്കൊക്കെ നല്ല വിലയാ. നല്ല വിലയാ. ഇവിടെ കിടന്ന് മോഷണവും ആൾമാറാട്ടമായി നടക്കാതെ കയ്യിലുള്ള കാശ് തരുന്നതിന് മുമ്പ് നാട്ടിൽ പോവാൻ നോക്കണോ അച്ഛനെ? ഞാൻ പോവാം, പക്ഷെ അവിടെ ചെന്നാ കുട്ടിമാമ എന്നെ ഇവിടുന്ന് അടിച്ചിറക്കിയെന്ന് പറയേണ്ടി വരും. അതുമതി അമ്മയ്ക്ക് ബ്ലഡ് പ്രഷർ കൂടാൻ. കുട്ടിമാമയെ അത്ര ഇഷ്ടമാണ് അമ്മയ്ക്ക്. മനസ്സിലായി. നീ സുമതി അടുത്തയുടെ മകൻ തന്നെയാന്നല്ലേ പറഞ്ഞു വരുന്നത്? എന്താ ഇത്ര സംശയം? എനിക്കതിപ്പോ അങ്ങോട്ട് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. ഞാൻ സുമതി അടുത്തേക്ക് എഴുതിയിട്ടുണ്ട്. മറുപടി വരട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. അത് മതി. കുട്ടിമാമയുടെ വീട്ടിൽ അവനെ പോലെ നുഴഞ്ഞു കയറണം എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഞാൻ ഈ തെരുവിലെങ്ങാനും കഴിഞ്ഞോളാം. പക്ഷെ എന്റെ അമ്മാവനും എന്നോടൊപ്പം തെരുവിൽ കഴിയണമല്ലോ എന്ന് ഓർക്കുമ്പോഴേ എനിക്ക് സങ്കടം. അതെന്താ? കുട്ടിമാമയുടെ വീട്ടിൽ എന്റെ പേരിൽ കഴിയുന്നവനുണ്ടല്ലോ അപ്പുക്കുട്ടൻ, അവൻ ജന്മനാ കള്ളനാ. ജന്മനാ അന്ധനും ബധിരനും എന്നൊക്കെ ഉണ്ട്. ഇത് ഞാൻ ആദ്യം കേൾക്കുക. എന്നാൽ ഇതൂടെ കേട്ടോ, അവനെ പ്രസവിച്ചപ്പോഴേ അവൻ നഴ്സിന്റെ കയ്യിലെ മോതിരം അടിച്ചോണ്ടാ പോന്നത്. കുട്ടിമാമയുടെ വീട്ടിൽ അലാറം ടൈം പീസ് ഉണ്ടോ? എങ്കിൽ അത് പോക്ക. പേന, AC, TV, മിക്സി, ഫ്രിഡ്ജ്, കാറ് എല്ലാം അടിച്ചു മാറ്റും. വേണേ കുട്ടിമാമയെ കൂടെ അവൻ അടിച്ചു മാറ്റും. കുട്ടിമാമ ഭഗവാൻ. ഡോൾമമ്മായി ഒരു ചായ. बिहान देखी कोती चे कैसा खा പൂലാൻ ദേവിയോ? ചായയല്ലേ ചോദിച്ചുള്ളൂ, ചാരാൻ ചോദിച്ചില്ലല്ലോ. कियाडे അല്ല, ചായ ഉണ്ടാക്കാൻ വെള്ളം തിളപ്പിക്കേ. ഇത് ഞാൻ ചെയ്തു തരാം. ഞാൻ കത്തി ഹെൽപ്പ് ഹെൽപ്പ്. പൈ ലിപ്സ്, രസ്യ മിക്സി. നിനക്ക് അടുക്കളയിൽ എന്താ കാര്യം? ഞാനിവിടെ ചുമ്മാ ഈച്ചയായിട്ട് ഇരിക്കല്ലേ കുട്ടിമാമ. ഡോൾമ അമ്മായി ഒന്ന് സഹായിക്കാന്ന് വെച്ചു. അങ്ങനെ ഇപ്പൊ മിക്സിയെ പിടിച്ചോണ്ട് നീ അമ്മായിയെ സഹായിക്കണ്ട. എന്നെ കറണ്ടടിക്കുമെന്ന് പേടിച്ചിട്ടാണല്ലേ? എന്തൊരു സ്നേഹമുള്ള കുട്ടിമാമ. നിന്നെ ഭയങ്കരമായി സ്നേഹിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കാം. അതെയോ? നിന്റെ മേൽ എന്റെ ഒരു കണ്ണ് എപ്പോഴും ഉണ്ടായിരിക്കും. ഡോൾമ, അടുക്കളയിലുള്ള സ്പൂണിന്റെയും പാത്രത്തിന്റെയും ഒരു ലിസ്റ്റ് തയ്യാറാക്കി പോയി. किनु അതൊക്കെ രാത്രി കിടക്കുമ്പോ പറഞ്ഞുതരാം. ഈ കുണോന്ന് വെച്ച എന്താ കുട്ടിമാമ? കിനോ ഞാൻ പറഞ്ഞുതരാം. ഇവ തന്നെ പറഞ്ഞേരണേ. ഉണ്ണിക്കുട്ടാ, ഉണ്ണിക്കുട്ടാ, എന്താ അക്കസോട്ടോ എന്തു പറ്റി? നീ എവിടെ ഓടിയാലും നിന്നെ ഞാൻ പിടിക്കും. ഇപ്പൊ ഉണ്ണിക്കുട്ടന്റെ വിഷമം മാറിയോ? ഇനി അശോകേട്ടനും ഉണ്ണിക്കുട്ടനും കൂടി എന്താ? അശ്വതി. അശ്വതിയോ? അശ്വതി ചേച്ചി പറയാടാ. അശ്വതി ചേച്ചി, അശ്വതി ചേച്ചി. ഗോട്ടേമംഗലിനെ പറ്റി അശ്വതി കേട്ടിട്ടുണ്ടോ? ഇല്ല. ഈവിൾ സ്പിരിറ്റുകളുടെ ഉത്സവമാണ് ഗോട്ടേമംഗൽ. അതിന്നാണ്. ഇന്നോ? യെസ്, കാർത്തിക മാസത്തിലെ 2ാമത്തെ ചൊവ്വാഴ്ച. ക്ഷുദ്രശക്തികൾ കാത്തിരുന്ന ദിവസമാണിത്. ഇന്ന് ദുർമന്ത്രവാദികൾ ശക്തി ആർജിക്കാനായി പ്രത്യേക പൂജകൾ നടത്തും. ഫോട്ടോഗ്രാഫ്സ് എടുക്കാൻ പറ്റുമോ? പുറമേ നിന്നുള്ളവർക്ക് കാണാൻ തന്നെ പറ്റില്ല, പിന്നെയാണ് ഫോട്ടോഗ്രാഫ്സ്. आज तिमले बलि दियो सक्यो भने तिमले रिम्बोछेलाई हातमा लिन सक्छौ. നീ അവിടെ നിന്നോ, ഞാനിപ്പോ വരാം. നമ്മുടെ പാരയില്ലേ, അവനിട്ടൊരു പാര പണിയാൻ പോവാ. നീ അവിടെ നിന്നോ.
അപ്പൂട്ടാ കാഞ്ഞു പോയവൻ മനസ്സിലായല്ലോ? തൈപ്പറമ്പിൽ അശോകൻ. ഒരാഴ്ച കഴിയാൻ ഇനി 2 ദിവസമേ ഉള്ളൂ. അതിന്റെ ഉള്ളിൽ നീ ഇവിടുന്ന് പോയില്ലെങ്കിൽ നിന്നെ ഇതുപോലെ കെട്ടി പെട്ടിക്കകത്തിട്ട് പൂട്ടി നാട്ടിലോട്ട് പാക്ക് ചെയ്യും. തൈപ്പറമ്പിൽ അശോകനാണ് പറയുന്നത്. ചെക്ക്. അശ്വതി, കുഴപ്പമൊന്നുമില്ല. നീ ഇവിടെ നിന്നോ, ഞാനിപ്പോ വരാം. എന്താ ഇവിടെ? എന്തോന്നാണ്? നിനക്കെന്ത് പറ്റിയടാ? ചുഴലിയാണോ? ചുഴലി അല്ല കുട്ടിമാമ, എന്നെ കെട്ടിയിട്ട് അശ്വൻ തട്ടിക്കൊണ്ട് പോയി. നുണ പറയരുത്. എന്റെ മുറപ്പെണ്ണെ പറ്റി ഞാൻ നുണ പറയുമോ? ആ സംശയം ഉണ്ടാകുമ്പോ മുറിയിലോട്ട് ഒന്ന് നോക്ക്. വന്നട്ടെ, വാ. കിവി സ്വപ്നം. സോ സ്വപ്നം സോ അത്ര അറിഞ്ഞാ മതിയടാ മോട്ടെ.